ഹായ് ഓൾ, നമ്മൾ ഒ ഇ ടി ലിസണിങ്ങിൽ കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണല്ലേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മൾ ഈ കേൾക്കുന്ന വേർഡിനെ അതേപടി എഴുതി വെക്കുമ്പോഴായിരിക്കും അല്ലേ. സോ ഐ എം ഹിയർ വിത്ത് സം മിസ്ഹെയർഡ് വേർഡ്സ് ഇൻ ഒ ഇ ടി ലിസണിങ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്ലം. ഇവിടെ നമ്മുടെ പി എച്ചിനെ എഫ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജി സൈലൻറ്റുമാണ്. അതുകൊണ്ട് നമ്മൾ മേ ബി FLEGM എന്ന് എഴുതാനുള്ളൊരു ചാൻസ് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് എക്സിമ. ഇതിൽ മോസ്റ്റ്ലി സ്റ്റുഡൻസ് എങ്ങനെ എഴുതുന്നു വെച്ചാൽ ഈ സിനെ കെ ആക്കും, കാരണം എക്സിമ എന്നാണല്ലോ. അതുപോലെ തന്നെ ഇസഡിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും എസ് എന്നുള്ളൊരു മീനിങ്ങിലേക്ക് പോകും, കാരണം EKSEM എന്ന് എഴുതി വെക്കും. ശരിക്കും ഇതിനെ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ്. സോ അടുത്തത് ആസ്മ. ഇതിന് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് ASMA എന്ന് തന്നെ നമ്മൾക്ക് അറിയാണ്ട് വരും, ആസ്മ. പക്ഷേ ഇവിടുത്തെ TH ശരിക്കും സൈലൻറ്റാണ്. എന്നാൽ ഇതിൻ്റെ ശരിക്കുള്ള സ്പെല്ലിംഗ് എല്ലാവർക്കും എന്താണെന്ന് അറിയാമല്ലോ, ASTHMA. സോ അടുത്തത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നതിൻ്റെ ഈ സൈലൻറ്റാണ്, ശരിക്കും ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ TCH, അതായത് ച എന്ന് പറഞ്ഞാണ് നമ്മൾ കേൾക്കുന്നത്. സോ അവിടെ ഒരു ചാൻസ് ഉണ്ട് നമ്മളിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്താനായിട്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മിസ്ഹേർഡ് വേർഡ്സിനെ എങ്ങനെ ശരിയാക്കാം? ആദ്യം നിങ്ങൾ ഡിഫറെൻറ്റ് ആക്സെൻ്റ് ഉള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വേർഡ്സിൻ്റെ സൗണ്ട്സിൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റോണേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടും മനസ്സിലാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മദർ ടങ്ങിൽ ആ ഒരു പറയുന്ന വേർഡിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കുക. അപ്പോൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഇത് വായിക്കുമ്പം കുറച്ചും കൂടെ യൂസ്ഫുൾ ആകില്ലേ. സോ ഫോർ മോർ ടിപ്സ്, ഫുൾ ടീച്ചേഴ്സ് അക്കാഡമി ഉറപ്പാണ് വിജയം.